ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. IPL ആവേശം വീണ്ടും കൊടികയറാൻ പോവുകയാണ്. അപ്പോൾ നാളെ മുതൽ IPL വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നേരത്തെ തന്നെ IPLൻ്റെ റീസ്റ്റാർട്ടിങ് ഷെഡ്യൂളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സോ നാളെ RCB വേഴ്സസ് KKR പോരാട്ടത്തോടു കൂടിയായിരിക്കും താൽക്കാലികമായി നിർത്തിവെച്ച IPL വീണ്ടും അതിൻ്റെ ആവേശത്തോടു കൂടി തിരികെ വരാൻ പോകുന്നത്. അപ്പോൾ ഇത്തവണ IPL സീസണിൽ തുടക്കത്തിൽ അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാതിരിക്കുകയും എന്നാൽ പിന്നീട് കളിച്ച അവസാനം ഒരു 6-7 മത്സരങ്ങളിൽ മികച്ച വിജയത്തോടു കൂടി അവസാനം കളിച്ച 7 മത്സരങ്ങളിൽ 6ലും വിജയിച്ചൊരു എപ്പിക് കംബാക്ക് നടത്തിയ ടീമാണ് മുംബൈ ഇന്ത്യൻസ്. ദൈവത്തിൻ്റെ പോരാളികൾ ഇതിനു മുമ്പും ഇങ്ങനെ ഇത്തരത്തിൽ പല സീസണുകളിലും തുടക്കം പിഴച്ചിട്ടും അവസാന ലാപ്പിൽ ഓടിക്കയറി കിരീടം ചൂടിയ ചരിത്രമുണ്ട്. സോ അത് ഈ ഒരു സീസണിൽ ആവർത്തിക്കുമോ മുംബൈ ഇന്ത്യൻസ്? IPLൻ്റെ തുടക്കത്തിൽ കളിച്ച 5 മത്സരങ്ങളിൽ 1ൽ മാത്രം വിജയിച്ച ടീമായിരുന്നു മുംബൈ ഇന്ത്യൻസ്. എന്നാൽ അവസാനം കളിച്ച 7 മത്സരങ്ങളിൽ 6ലും വിജയിച്ച് മികച്ച ഫോമിലാണ് ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസ്. നിലവിലിപ്പോൾ IPL പോയിൻ്റ് പട്ടികയിൽ 4ാം സ്ഥാനത്താണ് ദൈവത്തിൻ്റെ പോരാളികൾ. സോ മുംബൈക്ക് ഇതുവരെയും പ്ലേ ഓഫ് ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ മുംബൈയുടെ എങ്ങനെയായിരിക്കും എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. സോ മച്ചാമാരെ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ, സബ്സ്ക്രൈബുകൾ എത്തുന്ന ചാനലിനെ ഒന്ന് വളർത്തിക്കൊണ്ടുവരിക. നേരത്തെ പറഞ്ഞ നിലവിൽ IPL പോയിൻ്റ് പട്ടികയിൽ 4ാം സ്ഥാനത്താണ് മുംബൈ ഇന്ത്യൻസ്. മുംബൈക്കിന് അവശേഷിക്കുന്നത് 2 മത്സരങ്ങളാണ്. പ്ലേ ഓഫ് റേസിൽ മുൻപന്തിയിലുള്ള പഞ്ചാബ് കിങ്സും അതോടൊപ്പം തന്നെ ഡൽഹി ക്യാപിറ്റൽസും. ശരിക്കും ഒരു ഡു ഓർ ഡേ പോരാട്ടം തന്നെയാണ് മുംബൈ ഇന്ത്യൻസിന് ഇനി കാത്തിരിക്കുന്നത്. അവസാനം കളിച്ച പോരാട്ടത്തിൽ GTയോട് DLS നിയമപ്രകാരമായിരുന്നു മുംബൈ ഇന്ത്യൻസ് പരാജയം ഏറ്റുവാങ്ങിയത്. 11 മത്സരങ്ങളിൽ നിന്നും 14 പോയിൻ്റാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ സമ്പാദ്യം. പ്ലസ് 1.156 എന്ന മാരക മികച്ച നെറ്റ് റൺ റേറ്റാണ് മുംബൈ ഇന്ത്യൻസിന് ഇത്തവണ ഉള്ളത്. ടേബിൾ ടോപ്പേഴ്സായിട്ടുള്ള GTക്ക് പോലും ഇല്ലാത്ത അത്ര റൺ റേറ്റ് ഇത്തവണ മുംബൈ ഇന്ത്യൻസിന് അവകാശപ്പെടാനുണ്ട്. സോ ആ ഒരു പോസിറ്റീവ് റൺ റേറ്റ് തന്നെയാണ് മുംബൈയുടെ ആ ഒരു പ്ലേ ഓഫിലേക്കുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള തുറുപ്പ് ചീട്ട്. 7 മത്സരങ്ങളാണ് ഹാർദിക് പാണ്ഡ്യയ്ക്കും സംഘത്തിനും വിജയിക്കാനായത്. 5 എണ്ണത്തിൽ അവർ തോൽവി വഴങ്ങുകയും ചെയ്തിട്ടുണ്ട്. സീസണിൽ ആദ്യ 5 മത്സരങ്ങളിൽ 4ലും മുംബൈക്ക് പരാജയം വഴങ്ങിയിരുന്നു. എന്നാൽ അതിനുശേഷം തുടർച്ചയായ 6 മത്സരങ്ങൾ വിജയിച്ച് മികച്ച ഫോമിലേക്ക് മുംബൈ ഇന്ത്യൻസ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ സീസണിൽ IPL ഇനി വേറെ 2 മത്സരങ്ങൾ മാത്രമാണ് മുംബൈക്ക് ബാക്കിയുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ PBKസും അതോടൊപ്പം തന്നെ ഡൽഹി ക്യാപിറ്റൽസുമായിട്ട്. 21-ന് ഡൽഹി ക്യാപിറ്റൽസും 26-ന് പഞ്ചാബ് കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് അവസാന 2 മത്സരങ്ങൾ. ഡൽഹിയും പഞ്ചാബിനെയും പരാജയപ്പെടുത്താനായാൽ 18 പോയിൻറ്റുമായി മുംബൈക്ക് പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ടേബിൾ ടോപ്പേഴ്സായിട്ടുള്ള ഗുജറാത്ത് ടൈറ്റൻസിൻ്റെയും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റെയും മത്സരഫലങ്ങളായിരിക്കും മുംബൈ ഇന്ത്യൻസിൻ്റെ പോയിൻ്റ് ടേബിളിലെ സ്ഥാനം നിർണ്ണയിക്കാൻ പോകുന്നത്. മാക്സിമം 22 പോയിൻ്റ് വരെ RCBക്കും GTക്കും എത്താൻ സാധിക്കും. സോ ഇരു ടീമുകളുടെയും മത്സരഫലം ആശ്രയിച്ചായിരിക്കും മുംബൈ ഇന്ത്യൻസിന് അതായത് ഡൽഹിയും പഞ്ചാബിനും അവസാന 2 മത്സരങ്ങളിലും വിജയിക്കുകയാണെങ്കിൽ പോലും RCBയുടെയും പഞ്ചാബിൻ്റെ മത്സരഫലങ്ങളായിരിക്കും മുംബൈയുടെ ടേബിൾ പൊസിഷനിലെ സ്ഥാനം നിർണ്ണയിക്കാൻ പോകുന്നത്. അതേസമയം ശേഷിച്ച 2 മത്സരങ്ങളിൽ 1ൽ ജയിക്കുകയും 1ൽ പരാജയപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ പ്ലേ ഓഫിനെ മുംബൈക്ക് മറ്റ് മത്സരഫലങ്ങളെ ആശ്രയിക്കേണ്ടി വരും. എസ്പെഷ്യലി പഞ്ചാബ് വേഴ്സസ് ഡൽഹി പോരാട്ടം. DCക്കെതിരെ മുംബൈ ജയിക്കുകയും ഡൽഹിയെ പഞ്ചാബും വീഴ്ത്തുകയും ചെയ്താൽ 15 പോയിൻ്റ് ആയിരിക്കും ഡൽഹി ക്യാപിറ്റൽസിന് ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ 16 പോയിൻ്റുള്ള മുംബൈക്ക് DCയെ മറികടന്ന് പ്ലേ ഓഫിൽ ഉറപ്പിക്കാം. അതേസമയം പഞ്ചാബിനെതിരെ മുംബൈ ജയിച്ചിട്ട് ഡൽഹിയോട് തോൽക്കുകയും ചെയ്താൽ കാര്യങ്ങൾ വീണ്ടും ഒരു ലൂപ്പ് പോലെ തിരിഞ്ഞു വരും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പഞ്ചാബിനെതിരെ DC ജയിക്കേണ്ടത് മുംബൈക്ക് ആവശ്യമാണ്. അപ്പോൾ DCക്ക് 17ഉം മുംബൈക്ക് 16 പോയിൻറ്റും ആവും. അങ്ങനെയാണെങ്കിൽ 15 പോയിൻ്റുള്ള പഞ്ചാബ് പ്ലേ ഓഫ് റേസിൽ നിന്ന് പുറത്താകും. ഇനിയല്ല അവശേഷിക്കുന്ന 2 മത്സരങ്ങളിലും പരാജയപ്പെടുകയാണെങ്കിൽ പോലും മുംബൈക്ക് നേരിയ ചില സാധ്യതകളുണ്ട് പ്ലേ ഓഫ് റേസിൽ ഉറപ്പിക്കാൻ. സോ എന്നിരുന്നാലും കാത്തിരുന്ന് തന്നെ കാണാം ദൈവത്തിൻ്റെ പോരാളികൾ ഒരു മാരക തിരിച്ചുവരവുമായി IPLൻ്റെ അവസാന 4ൽ കടന്നു കൂടുമോ, 6ാം കിരീടം അവർ നേടിയെടുക്കുമോ എന്നുള്ളതും. സോ എന്നിരുന്നാലും മാർച്ച് 21-നാണ് മുംബൈ ഇന്ത്യൻസ് IPL വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ തങ്ങളുടെ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നത്. 21-ന് ഡൽഹി ക്യാപിറ്റൽസിനെയും 26-ന് പഞ്ചാബ് കിങ്സിനെയും ആയിരിക്കും മുംബൈ നേരിടാൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.